കെ രമ CPM ഈ വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ പറയുന്നത് നല്ല വിധിയാണ് എന്ന് നിങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുന്നു. CPM സ്വാഗതം ചെയ്യുകയാണല്ലോ ഈ വിധിയെ. അല്ല നിഷാദേ, ഇതിനകത്ത് നല്ല വൈരുദ്ധ്യമുണ്ട്. കാരണം ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി ബന്ധപ്പെട്ട ഗോവിന്ദ മാഷ് വിധിയെ സ്വാഗതം ചെയ്തതാണ്. എന്തടിസ്ഥാനത്തിലാണ് വിധിയെ സ്വാഗതം ചെയ്തത് എന്നത് മനസ്സിലായില്ല. അപ്പോൾ ഈ CPM ഇതിനകത്ത് കുറ്റം ചെയ്തു എന്നുള്ളത് CPM സമ്മതിക്കുകയല്ലേ ചെയ്തത്? പിന്നെ എങ്ങനെയാ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറയുന്നത്? മോഹനൻ ഒഴിവാക്കപ്പെട്ടത് കൊണ്ട് മാത്രം വിധി സ്വാഗതം ചെയ്യേണ്ട ആവശ്യം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അത് മനസ്സിലാവുന്നില്ല എനിക്ക് എത്ര ആലോചിച്ചിട്ടും ആ വൈരുദ്ധ്യം. കാരണം ഇതിനകത്ത് 2 പേർ വീണ്ടും ഇപ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. നേരത്തെ പ്രതിയാക്കപ്പെട്ട ആളുകൾ വിട്ടയക്കപ്പെട്ട 2 പേരാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ഇപ്പോൾ 120(b)യും 302 ചേർത്ത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. അതിൽ ഒന്ന് CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പർ, ഒഞ്ചിയം ഏരിയ കമ്മിറ്റിയിലെ പ്രമുഖനായിരുന്ന KK കൃഷ്ണനാണ്. കൃഷ്ണൻ ഏരിയ കമ്മിറ്റി മെമ്പറാണ്. CPM-ന്റെ ഏരിയ കമ്മിറ്റി എന്ന് പറയുന്നത് ചെറിയ സ്ഥാനമാണോ? മറ്റൊന്ന് കണ്ണൂർ ജില്ലയിലെ പാനൂർ ഏരിയയിലെ കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി മെമ്പർ ജ്യോതിബാബു. ഈ 2 പ്രതികളും ഇവര് CPM-ന്റെ പ്രധാനപ്പെട്ട ആളുകളാണ്. ആ പ്രധാനപ്പെട്ട ആളുകൾ നേരത്തെ നിലവിൽ കുഞ്ഞനന്ദന്റെ ശിക്ഷ ഉൾപ്പെടെ അംഗീകരിക്കുകയാണ് കോടതി ചെയ്തത്. കുഞ്ഞനന്ദനെ ഇപ്പൊ അദ്ദേഹം ജീവിച്ചിരിക്കില്ല, പക്ഷെ അദ്ദേഹത്തിന് ഈ കോടതി ശിക്ഷിച്ചത് ശരിയാണ് എന്നതാണ് ഈ മേൽക്കോടതിയും അത് അംഗീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഈ വിധിയെ എങ്ങനെയാണ് CPM സ്വാഗതം ചെയ്തത് എന്ന് മനസ്സിലായില്ല. അതൊരു തന്ത്രമായിരിക്കാം. കാരണം ഇതൊക്കെ അവരുടെ വേറെ ആവശ്യത്തിന് നടത്തി എന്ന് പറയാനുള്ളൊരു തന്ത്രമായിരിക്കാം CPM നടത്തുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മോഹനനെ വിട്ടയച്ചതിലാണ് സ്വാഗതം ചെയ്തതെങ്കിൽ മോഹനൻ പ്രതിയാണെന്ന് കോടതിക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് കോടതിയുടെ വിധിയിലുള്ളത്. തെളിയിക്കാൻ തെളിവ് സഹിതം. അത് മോഹൻ കുറ്റക്കാരനല്ല എന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല, കുറ്റക്കാരനാണെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കുറ്റക്കാരൻ അല്ല എന്ന് കോടതി പറയാത്തതും ഞങ്ങൾക്ക് വളരെ വ്യക്തമായി മോഹൻ ഇതിനകത്ത് പങ്കുണ്ട് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളിതുമായിട്ട് അപ്പീലിന് പോകാനിരിക്കുകയാണ്. ഈ മേൽക്കോടതിയിലേക്ക് പോകും. അതുകൊണ്ട് ഈ വിധിയെ അങ്ങനെ സ്വാഗതം ചെയ്യുന്നത് കൊണ്ടൊന്നും ഇത് ഇല്ലാതാകുന്നതല്ല. വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്ന CPM-ന്റെ ഈ പ്രതികരണത്തിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ്. ഒരു കാര്യമുള്ളത്, ശ്രീമതി KK രമ, നോക്കൂ, വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിട്ടുകളയുകയാണ് CPM സംസ്ഥാന സെക്രട്ടറിയും. CPIM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വിധി പരിശോധിക്കട്ടെ, ചാടിക്കേറി മറുപടി പറയാൻ കഴിയില്ല എന്ന നിലയെടുക്കുകയാണ്. മുൻപ് TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിമർശനങ്ങളിൽ കോടതി വിധികളിലൊക്കെ സ്വീകരിച്ചിരുന്ന ഒരു സമീപനം ഉണ്ടല്ലോ, ആ ഒരു അഗ്രസീവായ സമീപനം CPM ഇപ്പോൾ എടുക്കുന്നില്ല. പരമാവധി ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുകയാണ്. ഈ വിവാദത്തിൽ, ഈ വിധിയിൽ, ഈ ചർച്ചയിൽ എൻഗേജ് ചെയ്യാതിരിക്കാൻ CPM പ്രത്യേകം ശ്രദ്ധിക്കുന്നത് കാണുന്നുണ്ട്. ഇത് നല്ല വിധിയാണ്, CPM-ന് തിരിച്ചടിയാണെന്നൊക്കെ പറയുമ്പോഴും CPM പഴയ മട്ടിൽ അതിന് മറുപടി പറയുന്നില്ല. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണല്ലോ. അപ്പോൾ CPM അതിൽ നിന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത, ആ നിലയ്ക്ക് പൊളിറ്റിക്കലി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത കുറഞ്ഞോ? അല്ല, ഒരു സംശയവുമില്ല നിഷാദ്. കാരണം ഇത് CPM എത്ര പറഞ്ഞാലും അവരിപ്പം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് ഒഴിഞ്ഞു മാറി നിൽക്കാൻ അവർക്ക് സാധിക്കില്ല. വളരെ ശക്തമായി ഈ ചർച്ച ഈ പൊതുസമൂഹത്തിൽ വീണ്ടും വരികയാണ്. അവർ മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്.